ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച. അടച്ചിട്ട റൂമിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞു നോക്കുമ്പോൾ എന്താ അതിൽ പറ്റിയത്? നെതന്യാഹു ഒന്നുകൂടിയും എന്താ പറയുക, നിരാശനായി തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഭാഷയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പം ഇവിടെ ട്രംപ് പറയുന്ന കാര്യം, ഞാനും നെതന്യാഹുവും അഥവാ പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്, പ്രധാനമന്ത്രിയും കൂടി കൂടിക്കാഴ്ച നടത്തി. അതിൽ വിപുലമായിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിനെക്കുറിച്ചും അതുപോലെ തന്നെ ഗാസയിൽ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വിശാലമായി സംസാരിച്ചു. എന്നാൽ ഇറാനുമായിട്ടുള്ള സംസാരത്തിൽ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ നയതന്ത്രപരമായിട്ട് ചർച്ചാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ചർച്ചയ്ക്ക് എവിടം വരെ അവർ നമ്മളോട് സഹകരിക്കുന്നു അത്രയും നമ്മൾ അവരോടും സഹകരിക്കണം എന്ന ഒരൊറ്റ ഉപാധിയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള മറുപടിയും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇറാനിൽ ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ട്. ചർച്ച തീരെ ഇല്ല എന്ന് ഇറാൻ അംഗീകരിക്കുമ്പോൾ നമുക്ക് പഴയതുപോലെ B2 സ്റ്റെൽട്ടർ വിമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീണ്ടും യുദ്ധം ആരംഭിക്കാം എന്ന ഒരു നല്ല ഒരു ചർച്ചയായിരുന്നു ഞാനും പ്രധാനമന്ത്രിയും കൂടി നടത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഒരു B2 സ്റ്റെൽട്ടർ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഓപ്പറേഷനും പരാജയപ്പെട്ടിരിക്കുന്നു, അതത്ര കണ്ട് വിജയിച്ചിട്ടില്ല എന്ന് പരോക്ഷമായിട്ട് അംഗീകരിക്കുകയും വീണ്ടും നമ്മൾ അതിനേക്കാൾ വലിയ ഗൗരവമായിട്ടുള്ള ഒരു യുദ്ധസന്നാഹങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ ചർച്ചകൾക്ക് ശേഷം ആകാമെന്നുമാണ് സംസാരത്തിൻ്റെ ആകത്തുക. അപ്പം നമ്മൾ ഇന്നലെ ലൈവ് പറഞ്ഞതുപോലെ യുദ്ധം ഇനിയും ആരംഭിക്കാനായിട്ടില്ല, അവരിതിനെയും കുറിച്ച് കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുകയേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഇന്നലെ ലൈവിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതേ സംഭവമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നെതന്യാഹു പെട്ടുകിടക്കുകയാണ്. നെതന്യാഹുവിന് നേരത്തെ ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് പോലും ഇളിഭ്യനായി തിരിച്ചു പോരുന്ന സാഹചര്യം 2025 ജൂൺ 25 സംഭവിച്ചതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ അടിക്കണം, എന്താകും എന്നതിനെക്കുറിച്ച് ഇനി ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വലിയ സംവിധാനങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പരാജയപ്പെട്ടു പോയി ഇറാൻ്റെ വിഷയത്തിൽ എന്നുള്ളത് ട്രംപിന് കൃത്യമായിട്ടറിയാം. അത് അന്നേ പറയുന്നുമുണ്ട്. അത് അത്ര കണ്ട് വിജയിച്ചില്ല, അതത്ര കണ്ട് ഓപ്പറേഷൻ സക്സസ് ആയില്ല, മിഡ് നൈറ്റ് ഹമ്മർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വിജയം വരിച്ചിട്ടില്ല എന്നുള്ളത്. അടുത്തത് പുതിയതായിട്ട് നമുക്ക് പുതിയ വിശേഷമായി കാണാം. എല്ലാവർക്കും നന്ദി.